പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് മധു, വേദിയിലുള്ള CPIM-ൻ്റെ നേതാവ് സഖാവ് അനിൽ ഉൾപ്പെടെ സഖാവ് KP സന്ദീപ്, കിഷോർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നമ്മുടെ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഖാക്കളെ, കുറച്ച് സഖാക്കൾ പുറകിലിരിക്കുന്നവർ മുമ്പിലേക്ക് കയറിയിരുന്നാൽ ഇനി വരുന്ന സഖാക്കൾക്ക് സൗകര്യമായിട്ടൊക്കെ ഇരിക്കാം. ഈ ബാക്കിലിരിക്കുന്ന കുറച്ചാൾ ഈ സൈഡിലൊക്കെ ആരെങ്കിലും വന്ന് ഒഴിഞ്ഞ കസേരയാണെന്നിടണ്ട, വല്ല ഫോട്ടോ ഒക്കെ എടുത്ത് വല്ല വാട്സാപ്പിലൊക്കെ ഇടണ്ട, കസേരയൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ അങ്ങനെ നോക്കാനൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. നമ്മുടെ മീറ്റിങ്ങിലൊക്കെ നല്ലവണ്ണം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നാട്ടിക മണ്ഡലത്തിലെ കൺവെൻഷനുകളെല്ലാം, മേഖലാ കൺവെൻഷനെല്ലാം ഇന്ന് തീരും. നാളെ മണ്ഡലം കൺവെൻഷനോടുകൂടി താന്യം പഞ്ചായത്തിൻ്റെ കൂടി കൺവെൻഷൻ അതിൻ്റെ ഭാഗമായി അവിടെ നടക്കും. ഇപ്പം എല്ലാ കൺവെൻഷനുകളും പൂർത്തിയായി. മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി, മേഖല മണ്ഡലം പഞ്ചായത്ത് തല കമ്മിറ്റികൾ, നമ്മുടെ ബൂത്ത് കമ്മിറ്റികൾ ഒരു 2 ദിവസം കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി വളരെ കൃത്യമായി, വളരെ ചിട്ടയായ നമ്മുടെ തീരുമാനം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനി തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ഡേ വരെ അതിൻ്റെ വിശദാംശങ്ങളിലൂടെ തീർച്ചയായിട്ടും അനിലും സന്ദീപൊക്കെ കൂടെ വിശദീകരിക്കും. ഒരു LDF-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം. ഞാനിന്ന് രണ്ട് മണ്ഡലത്തിൽ രാവിലെ ബന്ധപ്പെട്ട സമയത്ത് അവിടെ 10-15 സഖാക്കൾ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനകളുമായി വീട്ടിലേക്ക് കയറുന്ന സ്ക്വാഡ് വർക്കുകൾ ആരംഭിച്ചു. അപ്പോൾ തിരഞ്ഞെടുപ്പൊന്ന് ഇത്തിരി അഡ്വാൻസായി. നമ്മളൊരു വിഷു കഴിഞ്ഞിട്ടായിരിക്കും പോളിംഗ് എന്നാണ് പൊതുവെ ധരിച്ചിരുന്നത്. സാധാരണ ഒരു ഇലക്ഷൻ്റെ ഒരു മുൻകാലങ്ങളിൽ ഒക്കെ ഉള്ളത് നോക്കുമ്പോൾ ഒരു ഏപ്രിൽ അവസാനത്തെ ആഴ്ച അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് തൊട്ട് മുമ്പ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം ഇതെല്ലാം അവർ തീരുമാനിച്ചാൽ അവരുടെ പൂർണ്ണമായ വിവേചനാധികാരമാണ്. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ BJP തീരുമാനിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അത് ഇൻഡിപെൻഡൻ്റാണ്, സ്വതന്ത്രമാണ്, നിഷ്പക്ഷമാണ്. ഇതാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാപിതമായ ധാരണ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പക്ക RSS BJP കേന്ദ്ര ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പാക്കുക. അതവിടെ നിൽക്കട്ടെ. അത് മറ്റൊരു കാര്യം. നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ കൃത്യമായി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ 8-ാം തീയതി ഏതാണ്ട് ഒരു 15-ാം തീയതിക്കുള്ളിൽ സ്ഥാനാർത്ഥി തീരുമാനങ്ങളൊക്കെ വന്നു. വേഗത്തിൽ ഇത്തവണ ഇലക്ഷൻ്റെ താഴെത്തട്ടിലേക്കുള്ള വർക്കുകൾ പ്ലാൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 50% ബൂത്ത് കമ്മിറ്റികൾ പോലും രൂപീകരിച്ച് കഴിഞ്ഞു. ചില മണ്ഡലങ്ങളിലൊക്കെ ചെന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ധാരാളം ബൂത്ത് യോഗങ്ങൾ പ്രാദേശികമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇത് ചിട്ടയായി എല്ലാ വീടുകളിലേക്കും നമ്മുടെ സ്ഥാനാർത്ഥി അഭ്യർത്ഥനയാണ് ആദ്യം. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിലൂടെ വിശദീകരിക്കും. അപ്പോൾ എല്ലാ പ്രവർത്തകരും, എല്ലാം ഇവിടെ പങ്കെടുക്കുന്നവരായാലും നമ്മുടെ അനുഭാവികളായാലും നമ്മളോട് അടുപ്പവും സ്നേഹമുള്ളവരായാലും വലിയൊരു വിഭാഗം കേരളത്തിൽ വീണ്ടും LDF-ൻ്റെ ഭരണം വീണ്ടും LDF അല്ലെങ്കിൽ LDF-ൻ്റെ ഒരു തുടർ ഭരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്നവരെല്ലാം നമുക്ക് നമ്മുടെ സ്ക്വാഡ് വർക്കിലൊക്കെ അങ്ങനെ വരണമെന്നില്ല. പക്ഷെ അവർക്കും അവരുടേതായ രീതിയിൽ വലിയ തോതിൽ നമ്മളെ സഹായിക്കാൻ കഴിയും. അപ്പോൾ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ സ്ക്വാഡ് വർക്കും മറ്റുള്ള സഹായിക്കുന്നവരുടെ പ്രവർത്തനങ്ങളും
പൊതു മനസ്സിൽ പൊതുസമൂഹത്തിലുണ്ടാകുന്ന LDFൻ്റെ തുടർഭരണം ആഗ്രഹിക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വർക്ക് നമുക്കൊരു 2 ആഴ്ച കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയൊരു 3ാം സാധ്യതയില്ല എന്നൊരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പൊതു അഭിപ്രായം ഇവിടെ TV ചാനലുകളും പത്രങ്ങളുമൊക്കെ വരുത്തി. അങ്ങനെ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കി. പഞ്ചായത്ത് ഇലക്ഷനിലെല്ലാം LDFന് പരാജയമുണ്ടായി പല സ്ഥലങ്ങളിലും. നമ്മൾ ആഗ്രഹിച്ച ഒരു വിജയം പല സ്ഥലത്തും ഉണ്ടായില്ല. വോട്ടിൻ്റെ അല്ല, പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ്റെ കണക്കുകൾ, അങ്ങനെ പല കണക്കുകളൊക്കെ എടുത്ത് പലരും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു നിഷ്പക്ഷമായ ആൾക്കാരുടെ ഇടയിലടക്കം ഇനിയൊരു തുടർഭരണം ആഗ്രഹമുണ്ടെങ്കിലും അത് ഉണ്ടാകുമോ എന്നൊരാശങ്ക. ഇവർക്ക് ആഗ്രഹമുണ്ട് LDF വരണമെന്ന്, പക്ഷേ എന്നാലും അവർക്കൊക്കെ ഒരു ആശങ്ക ഇങ്ങനെ വരുമോ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കേരളത്തിലെ TV ചാനലുകൾ, അതും ഏറ്റവും പ്രമുഖമായ TV ചാനലുകൾ, അവരുടെ ഇൻ്റർവ്യൂകൾ, അവരുടെ പലതരത്തിലുള്ള സർവേ, ഫീൽഡിൽ നിന്നുകൊണ്ടുള്ള സർവേ, അഭിപ്രായങ്ങൾ സ്വരൂപിക്കലൊക്കെ കൂടി ഇപ്പോൾ ഒരു പൊതുവായി കേരളത്തിൻ്റെ ഒരു പൊതുമനസ്സിൻ്റെ മുമ്പിൽ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDFൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന ഒരുറപ്പ് പൊതുസമൂഹം ഇതിനകം രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കുറച്ചൊക്കെ വീട്ടിൽ വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF ഉയർത്തുന്ന രാഷ്ട്രീയം, LDF കഴിഞ്ഞ 10 വർഷം നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ഒരുപാട് പറയല്ല, അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത ഒരു 10 വർഷത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് കേരളത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മുടെ ഒരു വിഷൻ, അതിനെക്കുറിച്ച് നടത്തിയ ഇൻ്റർവ്യൂ എല്ലാ ചാനലുകളിലും നടത്തി. അവസാനം ഈ ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെ അവരൊക്കെ നല്ല പത്രപ്രവർത്തകരാണ്, നല്ല അംഗീകാരമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അവർ തന്നെ ആവേശം കൊണ്ട് പറഞ്ഞു തുടങ്ങി, അങ്ങയുടെ 3ാം ഗവൺമെൻറ് വരട്ടെ, 3ാം ഗവൺമെൻറ് ഉണ്ടാകണം, അതാണ് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം. ജനങ്ങൾ ആഗ്രഹിക്കുന്നു LDF അധികാരത്തിൽ വരണം. അത് ഒരു പ്രസംഗിച്ച് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സ്ഥാപിച്ച് പറയുന്നതല്ല. ഒരു പൊതു അഭിപ്രായം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അനുഭവമാണ് അങ്ങനെ ഒരു പൊതു അഭിപ്രായം സൃഷ്ടിച്ചത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ, നിയമസഭയിൽ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ, ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പൊതുവായി ജനങ്ങൾ വിലയിരുത്തുന്ന കാര്യങ്ങൾ. നയപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ, നയപ്രഖ്യാപനം, ബഡ്ജറ്റ്, ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ഈ 5 വർഷമായാലും അതിന് മുൻപത്തെ 5 വർഷമായാലും ഇതൊക്കെ വിലയിരുത്തുന്ന ധാരാളം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സാർവദേശീയ, ഇന്ത്യക്ക് വെളിയിലും ഭാഗ്യമല്ലോ അത് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതൊക്കെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ഞാനും കഴിഞ്ഞ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം കിട്ടി 2 വർഷം മുമ്പ്, ILO സമ്മേളനത്തിൽ. ഇതൊക്കെ ഇൻ്റർനാഷണലായി ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഓരോ ഗവൺമെൻറ്റിനെ കുറിച്ചൊക്കെ അവരുടെ പല സൂചികകൾ ഇങ്ങനെ വിലയിരുത്തി അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കും. ആ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കോവിഡ് മഹാമാരി
ലോകം മുഴുവൻ കെട്ടിപ്പറച്ചുപോയ, എന്താ പറയുക, ആയിരങ്ങൾ മരിച്ചുപോയ, അമേരിക്കയിൽ ഉൾപ്പെടെ വലിയ വികസിത രാജ്യങ്ങളിൽ എത്രയോ ലക്ഷങ്ങൾ മരിച്ചുപോയ വലിയ മഹാമാരി. ഇപ്പോൾ നമുക്കത് ഓർക്കാൻ പോലും ഭയമുള്ളതുകൊണ്ട് ഓർക്കണില്ല. കോവിഡിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അത്രയും ഭീതിയുടെ കാലമാണ്. ആ ഭീതിയുടെ മരണം ഇങ്ങനെ ചുറ്റും നിൽക്കുന്നൊരു കാലഘട്ടം. എവിടെയും എന്തൊരു അത്രയും മൂകത, ഒരു നിശബ്ദത, പേടിപ്പെടുത്തുന്ന നിശബ്ദത, പുറത്തുള്ളവരെ കാണാൻ പോലും കഴിയാത്തൊരു അങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നിട്ടു. അതിനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. ഓരോ രാജ്യങ്ങളിൽ വികസിത രാജ്യം, വികസിച്ച രാജ്യമല്ലാത്ത രാജ്യങ്ങൾ, വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ, ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ എങ്ങനെയാണത് ഈ കോവിഡ് എന്ന ലോകത്തുണ്ടായ ഏറ്റവും വലിയ മഹാമാരിയെ എങ്ങനെയാണ് അതിജീവിച്ചത്. അവർ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. രഹസ്യ റിപ്പോർട്ടല്ല. ആ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നാം സ്ഥാനത്ത്. കേരളം ലോകത്തിൻ്റെ മുമ്പിൽ കോവിഡ് മഹാമാരിയിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ്. അതിനേക്കാൾ വലുതൊന്നുമില്ല. അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ ആശാവർക്കർമാർ, കേരളത്തിലെ ആശാവർക്കർമാർ, അവരെക്കുറിച്ച് പരാമർശിച്ചു. WHO പരാമർശിച്ചു. അത് വെറുതെ സംഭവിക്കുന്നതല്ല. ഈ സന്ദർഭങ്ങളിലല്ല ഈ കഴിഞ്ഞ 10 വർഷം, ഈ 5 വർഷം തൊട്ട് മുമ്പുള്ള 5 വർഷം കോവിഡ് മഹാമാരി, അതിനു മുമ്പ് നടന്ന ഓഖി ദുരന്തം, അതിനു മുമ്പ് നടന്ന പ്രളയം, മഹാപ്രളയമുണ്ട്, മഹാദുരന്തമുണ്ട്. 2 എണ്ണം സംഭവിച്ചു. മഹാപ്രളയം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലുള്ളവരിങ്ങനെ കൈ പൊക്കിയിട്ട് കാണിച്ചു. ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് കാണിച്ചപ്പോൾ ഒരു ചെറിയ അടയാളം പോലെ അവിടം വരെ വെള്ളമായി, അവിടം വരെ വെള്ളമായി. ആ വീടിൻ്റെ മുകളിലേറ്റെന്ന് പറയണത് നമ്മുടെ നാട് മുഴുവൻ മുങ്ങിപ്പോയി. എത്രയോ പേരെ രക്ഷിക്കാനും രക്ഷാപ്രവർത്തനങ്ങളും ഭക്ഷണം എത്തിക്കാനും മരുന്നെത്തിക്കാനും, അത് ഒരു അനിതസാധാരണമായ ഒരു ദുരന്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു നാടിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ച്, അതാണ് അന്ന് 6 മണിക്ക് എല്ലാവരും ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് ഇല്ലേ. എന്താണ് പിണറായി സഖാവ് മുഖ്യമന്ത്രി നമ്മളോട് പറയുന്നത്? ആ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം. രാത്രി സമാധാനത്തോടുകൂടി കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനുള്ള ഒരാശ്വാസം. കേരളത്തെ സംരക്ഷിച്ചത്. പിന്നെയുണ്ടായ ദുരന്തങ്ങൾ, ഏറ്റവും അവസാനമുണ്ടായ വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചൂരൽമല ഒരു പ്രദേശം മുഴുവൻ ഒഴിച്ചു പോയി. ഒരു പ്രദേശം മുഴുവൻ, ഒരു പഞ്ചായത്ത് വാർഡ് എടുത്താൽ 3 വാർഡേ ഉള്ളൂ ആ പ്രദേശം. മുണ്ടക്കൈ ചൂരൽമല എന്ന് പറഞ്ഞാൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ 3 വാർഡാണ്. എനിക്കൊക്കെ വളരെ നല്ല പരിചയവും ബന്ധമുള്ള സ്ഥലങ്ങളാണ്. എല്ലാം തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമാണ്. ആ 3 വാർഡങ്ങ് പോയി. വാർഡ് പോയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യജീവനും പോയി, ഭൂമിയും പോയി, എല്ലാം പോയി. അതാണ് കൈപിടിച്ച് കഴിഞ്ഞ 1 വർഷം കൊണ്ട് കേരളത്തിൻ്റെ LDF സർക്കാർ, മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി സഖാവ് K രാജൻ ഉൾപ്പെടെ ഇങ്ങനെ കൈപിടിച്ച് ഒരു നാടിനെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അത് ലോകം ശ്രദ്ധിച്ചു. വയനാട് ടൗൺഷിപ്പിൽ ആ വീടുകൾക്ക് അവരുടെ കൈകളിലേക്ക് താക്കോല് കൊടുക്കുമ്പോൾ രാജനീക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടില്ലേ? മുഖ്യമന്ത്രിയുടെ കാൽ വീണിങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടില്ലേ? അതൊരു മനുഷ്യൻ്റെ അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള നന്ദിയും നന്മയും അനുഗ്രഹമാണ്. തലമുറയായി നിങ്ങളെ കാത്തു രക്ഷിക്കും എന്നാണ് ആ സഹോദരിമാർ, ആ ഉമ്മമാർ, ആ അമ്മമാരുടെയൊക്കെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞത്. തലമുറകളായി നിങ്ങളെ കാത്തു സംരക്ഷിക്കുമെന്നാണ്. തിരിച്ചു പറയാണ്. അങ്ങനെയാണ് വയനാട് ദുരന്തം, അല്ലെങ്കിൽ വയനാട് എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം തിരിച്ചു കൊണ്ടുവന്നില്ല. അങ്ങനെ എത്രയോ. അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ, ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണത്തിൽ ഒന്നാമത്തെ കാര്യം എന്താ? സുരക്ഷിതമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ.
സംഘർഷങ്ങളില്ലാതെ, സംഘടനകളില്ലാതെ. ഞാൻ ആദ്യം ഇവിടെ ഇലക്ഷൻ നമ്മുടെ ഒരു പ്രദേശത്ത്, നമ്മുടെ ചേർപ്പിൽ ഞാൻ ഫസ്റ്റ് ഇലക്ഷൻ വന്നപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ മാറിപ്പോയി. എന്നാൽ 1-2 സ്ഥലത്ത് എന്നോട് അമ്മമാർ പറഞ്ഞു, ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, സമാധാനത്തോടുകൂടി വീട്ടിൽ കിടന്നുറങ്ങണം. വീട്ടിൽ കിടന്ന് ഭക്ഷണം കഴിച്ച് കിടക്കണം എന്നല്ല പറഞ്ഞത്, സമാധാനത്തോടുകൂടി വീട്ടിൽ കിടന്നുറങ്ങണം. ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് സംഘർഷങ്ങളില്ലാതെ, സംഘട്ടനങ്ങളില്ലാതെ, നാട്ടിൽ ഭീതി കൂടാതെ സ്വസ്ഥമായി പണിയെടുക്കാനും തൊഴിലെടുക്കാനും അവരവരുടെ കുടുംബങ്ങളിൽ സമാധാനത്തോടുകൂടി അവരവരുടെ പ്രദേശങ്ങളിൽ കഴിയാൻ, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ ജനങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ സമാധാനത്തോടുകൂടി ജീവിക്കുക. 2, മെച്ചപ്പെട്ട ഒരു ജീവിതം. മെച്ചപ്പെട്ട ജീവിതം എന്ന് പറയുമ്പോൾ തൊഴിലുണ്ടാവണം, വരുമാനം കിട്ടണം, അവരവരുടെ ആനുകൂല്യങ്ങൾ കിട്ടണം, പെൻഷൻ, പ്രായമുള്ളവർക്ക് പെൻഷൻ കിട്ടണം, നല്ല ചികിത്സ കിട്ടണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. ഇത് ജീവിതത്തിൻ്റെ ഒരു മെച്ചപ്പെട്ട അവസ്ഥ, മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകണം. ജീവിതം മെച്ചപ്പെടണം. ജീവിതം 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ ആദ്യത്തെ പാരഗ്രാഫാണത്. ആദ്യത്തെ പാരഗ്രാഫ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം. അതിൻ്റെ ഭാഗമായി ഭൂമി കൊടുക്കണം, വീട് വെച്ച് കൊടുക്കണം, കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം, എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി എത്തിച്ചു കൊടുക്കണം. ധാരാളം കാര്യങ്ങൾ. ഇലക്ട്രിസിറ്റി എല്ലായിടത്തും വൈദ്യുതി എത്തണം, എല്ലാ വഴികളിലും വഴിവിളക്ക് കത്തണം, എല്ലാവരും വീടുകളിലേക്ക് ഒരു ചെറിയ വിളക്കെങ്കിലും കത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഇലക്ട്രിസിറ്റി നാനാ മേഖലകളിലെത്തണം. ഇതൊക്കെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ കൂടി ഭാഗമാണ്. മൂന്നാമത്തെ കാര്യം നാടിൻ്റെ വികസനം. അവർക്ക് വഴി നടക്കാനുള്ള നല്ല റോഡുണ്ടാവണം, പാലം കെട്ടിക്കൊടുക്കണം, ആശുപത്രി നല്ല കെട്ടിടങ്ങൾ ഉണ്ടാവണം, സ്കൂളുകൾക്ക് നല്ല കെട്ടിടം ഉണ്ടാവണം, അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ നല്ല കെട്ടിടവും സൗകര്യവും ഉണ്ടാവണം. അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ് അതിൻ്റെ പറയുന്നത്. അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഒരു നാട്ടിൽ വികസനത്തിൻ്റേതായ ഒരു മാറ്റം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ കേരളം ഇന്ത്യയിലെ നമ്പർ 1 മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ലേ TV ചാനൽ, ഞാൻ ഇന്നലെ കേട്ട ഒരു ചാനൽ രാത്രി വളരെ വൈകി കേട്ടതാണ്. മുഖ്യമന്ത്രി എത്ര വിനയത്തോടുകൂടി കേൾക്കുന്നവരോടുള്ള സ്നേഹാദരവോടുകൂടിയാണ് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി കൈ ഉയർത്തി മസിൽ പിടിച്ചും കണ്ടില്ലേ പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിക്കുന്നത്. അതല്ല, വളരെ വിനയാധീനായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും നല്ല വിദ്യാഭ്യാസം കിട്ടണം, നമ്മുടെ കുട്ടികൾക്ക് ഇനിയും നന്നായി പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടണം, നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ചികിത്സ ഉറപ്പുവരുത്തണം. അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ. അതാണ് ഗവൺമെൻറ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വികസനവും ജീവിതം മെച്ചപ്പെടുത്തലും. ഈ 2 കാര്യത്തിൽ നമ്പർ 1 എന്ന് മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ BJP സർക്കാരിൻ്റെ നീതി ആയോഗ്, അവരാണ് ഇതിൽ മാർക്കിടുന്നവർ. നീതി ആയോഗ് ഗവൺമെൻറ്റിൻ്റെയാണ്, പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. അതിൻ്റെ കേന്ദ്രത്തിലെ മന്ത്രിമാരാണ് അതിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സെക്രട്ടറിമാർ. നീതി ആയോഗ്, ആ നീതി ആയോഗ് ഓരോ മേഖലയും ഇതുപോലെ മാർക്കിടും. ആരോഗ്യരംഗം, ഗർഭിണികളുടെ കാര്യം, മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ഓരോ സാംക്രമിക രോഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ, ഇത് ആരോഗ്യ മേഖലയുടെ, വിദ്യാഭ്യാസത്തിൻ്റെ, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളം ഉൾപ്പെടെയുള്ള അത്ര ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയത് നീതി ആയോഗ് ഓരോ വർഷവും മാർക്കിടും. അത് പ്രസിദ്ധീകരിക്കും. അത് നമുക്കെല്ലാവർക്കും വായിക്കാൻ കിട്ടുന്ന ഒരു സർക്കാരിൻ്റെ ഡോക്യുമെൻ്റാണ്. ആ എല്ലാ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിലും ഇതിലെല്ലാം 1ാം സ്ഥാനം കേരളത്തിനാണ്, മറ്റൊരു സംസ്ഥാനത്തിന് അവകാശപ്പെടാനില്ല. ഇതെങ്ങനെ സംഭവിച്ചു? കൃത്യമായി വീടുകളിൽ അരി എത്തിക്കുക, ഭക്ഷ്യ ഉറപ്പുവരുത്തുക, ഫുഡ് സെക്യൂരിറ്റി,
റേഷൻ കടകളിലൂടെ കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു തരിക. പരമാവധി ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ മാവേലി സ്റ്റോറിലൂടെയും അതുപോലുള്ള വിതരണ സംവിധാനങ്ങളിലൂടെ എത്തിച്ചു തരിക. എല്ലാ വീടുകളിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ. ഏറ്റവും നല്ല റോഡുകൾ, മെച്ചപ്പെട്ട റോഡ്, വലിയ ഹൈവേ അല്ലെങ്കിൽ മലയോര ഹൈവേ, ദേശീയപാത ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് മുമ്പ് അറിയില്ല, ആകാശത്തു കൂടെ പോവുകയാണെന്ന് തോന്നും. നമ്മൾ ആകാശത്തു കൂടെയാണോ പോകുന്നത്? അതുപോലുള്ള റോഡുകളും ഫ്ലൈ ഓവറുകളൊക്കെ വന്നു കഴിഞ്ഞു യാഥാർത്ഥ്യമായി. ഇപ്പോൾ നമ്മുടെ ഈ പടിഞ്ഞാറൻ ഭാഗത്ത് ഞാൻ തളിക്കുളത്തൊക്കെ പോകുമ്പോൾ അവിടെ പണി പൂർത്തിയായി വരികയാണ്. 1 മാസം 2 മാസം കഴിയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല ഇതൊക്കെ നമ്മുടെ പ്രദേശങ്ങളായിരുന്നോ. അതുപോലുള്ള വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹൈവേ റോഡ് വികസനം, മലയോര റോഡ് വികസനം, കടപ്പുറം തീരദേശങ്ങൾ ചേർന്നുകൊണ്ടുള്ള വലിയ റോഡ് വികസനം, ഇതൊക്കെ കേരളത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കണ്ണ് തുറന്നു പിടിച്ചാൽ ഇതെല്ലാം കൺമുന്നിൽ വിസിബിൾ എന്ന് പറയും. ഇങ്ങനെ കണ്ണു തുറന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അത്രയും വലിയ വികസനങ്ങൾ ഈ കേരളത്തിൽ യാഥാർത്ഥ്യമായി. ഇനി നാട്ടുപുറങ്ങളിൽ ഗ്രാമീണ റോഡുകൾ, കൊച്ചു റോഡുകൾ, ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിക്കും. എനിക്ക് മിക്കവാറും എല്ലാ റോഡിൻ്റെ പേര് പോലും ഓർമ്മയില്ല. ഇവിടെയൊക്കെ വരുമ്പോൾ ചെറുപ്പ് പഞ്ചായത്തിലാവട്ടെ, അപ്പുറത്തെ പഞ്ചായത്തിലാവട്ടെ, ഏത് പ്രദേശത്ത് വന്നാലും എനിക്കിപ്പോഴും ആ റോഡിൻ്റെ പേരറിയാം. ആ റോഡിന് അന്ന് ആദ്യം നിവേദനം തന്ന ആളാരെന്നറിയാം. അവിടെയുള്ള ആൾക്കാർ പ്രതിഷേധം പ്രകടിപ്പിച്ചവരറിയാം. അത് ജനങ്ങളുടെ അടിസ്ഥാനം ഏറ്റവും ആവശ്യമാണ്. അവർക്കൊരു ഓട്ടോറിക്ഷ അവിടെ വരണം, ഒരു ആശുപത്രിക്ക് ഒരു ആവശ്യം വന്നാൽ ആശുപത്രിക്ക് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള കൊച്ചു റോഡുകൾ, അടിസ്ഥാന സൗകര്യത്തിൻ്റെ വലിയ ഹൈവേ മാത്രമല്ല, നാട്ടുപുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കൊച്ചു റോഡുകൾ അത് മെച്ചപ്പെടുത്തൽ. അങ്ങനെ ഓരോ മേഖല എടുത്താൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. ഇപ്പോൾ ജില്ലാ ആശുപത്രി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ 173 കോടി രൂപയുടെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 173 കോടി രൂപ തൃശ്ശൂർ ജില്ലാ ആശുപത്രി, സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം, ജനറൽ ആശുപത്രി എല്ലാം ചേർന്ന് നമ്മുടെ ടൗണിൽ നമുക്കെല്ലാം ഇവിടെ നിന്നൊക്കെ റെഫർ ചെയ്ത് അങ്ങനെയല്ലേ പോകേണ്ടത്. ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജിലേക്ക് 3 മാസം മുമ്പ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്ര പദ്ധതികളാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി സഖാവ് വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കേരളത്തിൻ്റെ ഓരോ മെഡിക്കൽ കൂടി ഇതാണ് അടിസ്ഥാന സൗകര്യ വികസനം. കിബി ഞാനത് കടലാസ് എടുക്കാൻ വിട്ടുപോയി. നമ്മുടെ സ്ഥാനാർത്ഥി ഗീത കൂടി എത്തിച്ചേരുകയാണ്. ഞാനൊരു വേഗത്തിൽ എൻ്റെ പ്രശ്നം അവസാനിപ്പിക്കാം. സഖാവിന് ഇനിയും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവും. ഈ കിബി മുഖേന ചേർപ്പ് മണ്ഡലത്തിൽ നടന്ന സഖാവ് ഗീതയെ വളരെ ആവേശത്തോടുകൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. ഒട്ടും അധ്യക്ഷൻ പാർലത്ത് പോയാ ഇരിക്കും. പാർലമെൻറ്റ് കൺവെൻഷൻ കൂടി നടക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച കിബി മുഖേന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ഈ ചേർപ്പ് പഞ്ചായത്തിലെ ഗവൺമെൻറ് സ്കൂൾ ഉൾപ്പെടെ, താലൂക്ക് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെ ഇവിടുത്തെ മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട എല്ലാ മേഖലകളിലും എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടന്നു, ഈ പഞ്ചായത്തിൽ നടന്നു. കേരളത്തിലുടനീളം 1,05,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ LDF സർക്കാരിൻ്റെ വികസനത്തിൻ്റെ പട്ടികയിൽ ചേർത്ത് വയ്ക്കുന്നത്. അതിൽ പ്രതിപക്ഷ MLA-മാർക്ക് കൊടുത്തിട്ടൊന്നും ഇല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ തന്നെ എത്രയോ ബോർഡുകൾ അതിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ കാണുന്നു. ഇത്ര കോടി രൂപ ആശുപത്രിക്ക് കിട്ടി, ഇത്ര കോടി രൂപ ഗവൺമെൻറ് സ്കൂളിൽ കെട്ടിടത്, വലിയ ഫോട്ടോ. പിണറായി വിജയൻ സാഹിബിൻ്റെ ഫോട്ടോ വയ്ക്കില്ല കേട്ടോ, അത് ഒന്ന് മറച്ചു വയ്ക്കും. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം. പക്ഷെ കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലായി 1,05,000 കോടി രൂപയുടെ
അടിസ്ഥാന വികസനമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടിയല്ലേ? ഇപ്പോൾ UDF പറയുന്ന ഗ്യാരണ്ടിയല്ല, രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടിയല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്ന ഗ്യാരണ്ടിയല്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞു, പ്രതിപക്ഷ നേതാവല്ല രാഹുൽ ഗാന്ധി, ഞങ്ങൾ ജയിച്ചു വന്നാൽ, ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന 3000 രൂപ പെൻഷൻ തരാം. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഒരു പ്രതികരണം എൻ്റേതായ രീതിയിൽ ചെയ്തു. ശരിയാണ്, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ ആദ്യം കൈവയ്ക്കുക ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷനിലായിരിക്കും. അനുഭവമുണ്ട് മിസ്റ്റർ സതീശൻ. ഞങ്ങളൊക്കെ ഇവിടെ MLA-മാരും ജനപ്രതിനിധികളും നിയമസഭയിൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ, സാധുക്കളുടെ, വിധവകളുടെ, രോഗികളുടെ, അംഗവൈകല്യം വന്നവരുടെ, കണ്ണു കാണാത്തവരുടെ, സാധുക്കളായ ജീവിതത്തിൽ സങ്കടങ്ങൾ കൊണ്ട് കണ്ണു നിറഞ്ഞു പോകുന്ന അതുപോലുള്ള ജീവിതാനുഭവങ്ങളുള്ള എത്രയോ പാവപ്പെട്ടവർ പെൻഷന് വേണ്ടി എത്രയോ മാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നിന്നിട്ടുണ്ട്. 125 രൂപ നിങ്ങൾ കൊടുത്ത ചെറിയ പെൻഷൻ പോലും കൃത്യമായി മാസം തോറും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അന്ന് ശ്രീ എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ കൊടുക്കാനുണ്ടായിരുന്ന പെൻഷൻ 28 മാസത്തെ കുടിശ്ശികയാണ്. 28 മാസത്തെ കുടിശ്ശിക. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് മിസ്റ്റർ സതീശനെയും അതുപോലുള്ള UDF നേതാക്കളെ, ഞങ്ങളൊക്കെ അന്ന് നിയമസഭയിൽ ഈ കാര്യങ്ങൾ അതിശക്തമായി എല്ലാ ദിവസവും ഉന്നയിച്ചിട്ടുള്ളവരാണ്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷൻ, പാവപ്പെട്ടവരുടെ കഞ്ഞിയിലല്ലേ നിങ്ങൾ കല്ലിട്ട് മണ്ണിട്ടത്? പാവപ്പെട്ടവരുടെ വീടുകളിലെ ചിമ്മിനി വിളക്കല്ലേ നിങ്ങൾ തല്ലിക്കെടുത്തിയത്? സാധുക്കളുടെ ജീവിതം പകർത്തവരാണ് നിങ്ങൾ. ശ്രീ എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ കണക്കുകൾ, ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ 28 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ചു. പിന്നീട് നിങ്ങൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ചു. സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, സഖാവ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി 2006-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കത് അഭിമാനത്തോടു കൂടി ഇവിടെ സാക്ഷ്യപ്പെടുത്തി പറയാം. ആ ഗവൺമെൻറ്റാണ്, VS-ൻ്റെ ഗവൺമെൻറ്റാണ് നിങ്ങൾ വച്ച കുടിശ്ശിക, നിങ്ങൾ വച്ച 28 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അത് കൊടുത്തു തീർത്തിട്ടാണ് ഞങ്ങളത് 200-ലേക്കും 400-ലേക്കും 500-ലേക്കും 1500-ലേക്കും 1600-ലേക്കും ഇപ്പൊ 2000-ലേക്കും ഉയർത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. കണക്കുകളധികം പറയിപ്പിക്കരുത്. പാവപ്പെട്ട കൃഷിക്കാർക്ക് നെല്ലെടുത്താൽ ഈ പാടശേഖരങ്ങളിൽ ചേർപ്പിലെയും പാർലത്തെയും ഈ തൃശ്ശൂർ കോൾ മേഖലയിലെ നെല്ലെടുക്കാനാണില്ല, നെല്ലെടുത്ത കാശില്ല. ഒരു 50 പൈസ കർഷകർക്ക് നെല്ലിൻ്റെ വില കൂട്ടിക്കിട്ടണം. 1 രൂപയാണ് ആദ്യം ആവശ്യപ്പെട്ടില്ല, പോട്ടെ 50 പൈസയ്ക്ക് 50 പൈസ ഒരു കിലോ നെല്ലിൻ്റെ വില കൂട്ടിത്തരണം. നെല്ല് മുഴുവൻ പാടത്തിവിടെ വെള്ളം കയറി വെള്ളത്തിൽ മുങ്ങി കൊയ്തെടുത്തെല്ലാം അവിടെ കെടുക്കുകയാണ്. നിയമസഭ നടക്കുന്ന സമയമാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും കെഞ്ചുകയാണ്. പ്രതിപക്ഷ നേതാവ് VS ഉൾപ്പെടെ ഞങ്ങളൊക്കെ സഭയിൽ പ്രതിപക്ഷത്തുണ്ടെന്ന് ഒരു ഉറുപ്പിക വർദ്ധിപ്പിക്കണം നെല്ലിൻ്റെ വില. ഈ നെല്ലൊന്നും എടുക്കണം, കർഷകരൊന്നും കൈപിടിക്കുക. നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം സഖാവ് VS നിയമസഭയിൽ പ്രഖ്യാപിച്ചു, ഞാൻ ഈ നിയമസഭയിൽ ഇവിടെ നിരാഹാരം കിടക്കുകയാണ്. നിയമസഭയ്ക്കകത്ത് കൂടെ എന്നെയും കൂട്ടി, ഞങ്ങൾ 4 പേരും കൂട്ടി നിയമസഭയിൽ 2 ദിവസം ഞങ്ങൾ കിടന്ന് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പാർലമെൻറ്റിൽ CK ചന്ദ്രപ്പനും സുരേഷ് കുറുപ്പും പി കരുണാകരൻ സഖാവൊക്കെ ഇടപെട്ട്, അത് ശരത് പവാറാണ് കേന്ദ്ര കൃഷിമന്ത്രി, ശരത് പവാർ. അത് പാർലമെൻറ്റിൽ വലിയ പ്രശ്നങ്ങളായി. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർ സഭയിൽ കെടുക്കുകയാണ് നിയമസഭയ്ക്കകത്ത്. 1 ഉറുപ്പിക നെല്ലിൻ്റെ വില കൂട്ടിക്കിട്ടാൻ. അങ്ങനെയല്ലേ FCI കൊണ്ട് പിന്നെ നെല്ലെടുപ്പിച്ചത്? ഇത് നെല്ലിൻ്റെ മിസ്റ്റർ പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ അറിയാലോ. പല പാടശേഖരത്തിൽ അവരുണ്ടല്ലോ.
അല്ലെങ്കിൽ അവരുടെ നേതൃത്വം ഉണ്ടല്ലോ. നെല്ലിന് 30 രൂപയായി ഉയർത്തിയപ്പോഴും BJP സർക്കാർ ഈ കേരളത്തിന് കർഷകരെ നെല്ലെടുത്ത വകയിൽ തരേണ്ടത് 2000-ലേറെ കോടി രൂപയാണ്. പക്ഷെ കേരളത്തിൽ കുടിശ്ശിക വെച്ചില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നവംബർ മാസം 1-ാം തീയതി അസാധാരണമായി മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, ഈ കേരളം അതിദാരിദ്ര്യമില്ലാത്ത ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി കേരളത്തെ സമർപ്പിച്ചു. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം ഇതാ കേരള സംസ്ഥാനം ഉയർന്നു കഴിഞ്ഞു. ആ പ്രഖ്യാപനത്തിന് താഴെ പറഞ്ഞു, നെല്ലിന് ഞങ്ങൾ 2 രൂപ കൂട്ടിക്കൊടുക്കും, ആശാവർക്കർമാർക്ക് ഞങ്ങൾ 1000 രൂപ കൂട്ടിക്കൊടുക്കും, അംഗനവാടി ജീവനക്കാർക്ക് ഞങ്ങൾ 1000 രൂപ കൂട്ടിക്കൊടുക്കും. പല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ കൂട്ടത്തിൽ അവസാനം പറഞ്ഞു, ഞങ്ങൾ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് പ്രായമുള്ള വീട്ടിലിരിക്കുന്ന സഹോദരിമാർ, മറ്റ് സഹായങ്ങളില്ലാതെ നിൽക്കുന്ന സഹോദരിമാർ ഞങ്ങൾ സർവേ ചെയ്തു. സർവേ മുഴുവൻ പഞ്ചായത്തുകളിൽ നടത്തി. UDF LDF നോക്കിയില്ല. എല്ലാ വീടുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ സർവേ ചെയ്തു. ഇതാ ഞങ്ങളുടെ കയ്യിൽ 31 ലക്ഷത്തോളം പേരുടെ ലിസ്റ്റുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ ഘട്ടം ഘട്ടമായി 1000 രൂപ അവരുടെ വീടുകളിൽ എത്തിക്കുകയാണ്. ഏത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നവംബർ മാസം 1-ാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ, ഇന്ത്യ രാജ്യം മുഴുവൻ അത് ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ആദ്യമായി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അവർക്കെല്ലാം ഈ ജനുവരി മാസം അവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ എത്തിയില്ലേ? 1000 രൂപ എത്തിയില്ലേ? അവിടെയാണ് ഒരാർജവമുള്ള മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റും നടപ്പാക്കും ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വിനയത്തോടുകൂടി കൈകൂപ്പി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ 600 കാര്യങ്ങളായാലും പിന്നീട് പറഞ്ഞ 900 കാര്യങ്ങളായാലും ഈ 10 വർഷം കൊണ്ട് നടപ്പാക്കിയതിൻ്റെ നേർചിത്രങ്ങളാണ് ഈ ചുറ്റുപാട് കാണുന്നതെല്ലാം. അതാണ് വിനയത്തോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ഈ പിരിഞ്ഞാന്നൊക്കെ പറഞ്ഞത്. അത് ജനങ്ങളെത്തണം. അവിടെ ഞങ്ങൾ ജയിച്ചു വന്നാൽ 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നവർ 28 മാസവും 18 മാസവും കുടിശ്ശിക വെച്ചവരാണെന്ന് തിരിച്ചു ചോദിക്കണം. 2 പ്രാവശ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല. 1 ഉറുപ്പ്യ പോലും കൃഷിക്കാർക്ക് നെല്ലിൻ്റെ വില കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാതിരുന്നവർക്കാണ് ഇന്ന് 30 രൂപ BJP സർക്കാർ തന്നില്ലെങ്കിലും കേരളം കടമെടുത്തിട്ടാണെങ്കിലും കർഷകരുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ PRSഉം ബാങ്കും ഒക്കെ ശരിയാക്കി. അതിന് അല്പസമയമൊക്കെ എടുക്കും. ഇതാ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയില്ലേ? ദിവസവും അതൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ ബാങ്കിലെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. കർഷകർക്കെല്ലാം ആ പണച്ചിക്കൊണ്ടിരിക്കുകയില്ല. ഞാൻ ചുരുക്കുകയാണ് സഹായം. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇനിയും എത്രയോ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെ നാട് മുന്നോട്ടേക്കാണ് പോകുന്നത്. ആ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ജനങ്ങൾക്ക് കരുതലും ആശ്വാസവും സംരക്ഷണവും നൽകും എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ ഉണ്ടാകണം. അതാണ് ഗ്യാരണ്ടി, അതാണ് ഉറപ്പുവരുത്തേണ്ടത്. ആ പ്രവർത്തനങ്ങളിലേക്ക് പോകുക. ഞാൻ ചുരുക്കേണ്ട 2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ MLA ആയിരുന്ന കാലത്ത്, നേരത്തെ MLAമാരായിരുന്ന സഖാക്കൾ, ഈ ചെറുപ്പ് പഴയ മണ്ഡലമായാലും പിന്നീട് നാട്ടിക പ്രിയ സഹോദരി ഗീത ഇവിടെ 10 വർഷം MLA ആയ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇതിനകത്ത് കണ്ടു ഫേസ്ബുക്കിൽ. ഗീത അഴീക്കോട് പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു. അഴീക്കോട് എൻ്റെ അപ്പുറത്തെ പാലാണ്. എൻ്റെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മരം. അത് ടൈസൺ മാസ്റ്റർ അതൊക്കെ ആരംഭിച്ചത് ഞാനും കൂടി MLA ആയിരിക്കുന്ന ചെറുപ്പ് MLA ആയിരിക്കുമ്പോഴാണ്. ഈ അഴിമാവ് പാലത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വഞ്ചിയിൽ ഇരുന്ന് ഞങ്ങളത് തുഴയുന്നത് പാലത്തിൽ. യാഥാർത്ഥ്യമായില്ലേ? എത്ര പദ്ധതികൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരുപാട് വികസന പ്രവർത്തനം നടപ്പാക്കിയ MLA.
സുനിൽകുമാർ ഇവിടെ MLA ആയിരുന്ന സമയത്ത്. അതുപോലുള്ള ജനപ്രതിനിധികൾ ഈ സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൂടുതൽ ഇതുപോലുള്ള വികസന കാര്യത്തിൽ നമ്മളെ സഹായിക്കാനും അത് കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനിയും നാട്ടിക മണ്ഡലത്തിലുൾപ്പെടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുൾപ്പെടെ ഈ കേരളത്തിൻ്റെ സർവോന്മുഖമായ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായും കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരണം. ഇപ്പം സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നതെല്ലാം കൃത്യമായി ഇപ്പോൾ നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞതല്ലേ. കഴിഞ്ഞ തവണ 5 വർഷം MLA ആയിരുന്ന CC മുകുന്ദൻ വീണ്ടും ഒരു MLA ആയി എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന ചോദ്യം, വലിയ ചോദ്യം. ഒരൊറ്റ ദിവസം കൊണ്ട് ആ ചോദ്യം പോയി, ഒറ്റ ദിവസം കൊണ്ട് പോയി. എന്തുകൊണ്ടാണ് പോയത്? തിരഞ്ഞെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ടാണ് ഈ ഗീത അവസാന ഇലക്ഷനിൽ 25,000 ചില്ലാൻ വോട്ടിന് വിജയിച്ചു. കഴിഞ്ഞ തവണ നമ്മൾ ആ ഭൂരിപക്ഷം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ഇവിടെ അങ്ങനെ ക്രമാനുഗതമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂട്ടി വരികയാണ്. ജനങ്ങൾ അത്രമാത്രം LDFനെ സ്നേഹിക്കുന്നുണ്ട്, LDFനോടൊപ്പം നിൽക്കുന്നുണ്ട്. ആ നിയോജക മണ്ഡലത്തിൽ വീണ്ടും എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? ചില കേന്ദ്രങ്ങൾ തുടക്കത്തിൽ ചോദിച്ചു. കൃത്യമായ അതിൻ്റെ മറുപടി പാർട്ടി എന്ന രീതിയിൽ CPIയുടെ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ തീരുമാനത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ പത്രപ്രസ്താവന കൂടി ജനങ്ങൾ അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സീറ്റ് വിഭജനമെല്ലാം പൂർത്തിയായി. ഓരോ പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകൾ തീരുമാനിച്ചാൽ പിന്നെ അതാത് പാർട്ടികൾ അതിൻ്റെ സംഘടനാ രീതിയിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ CPIയുടെ തീരുമാനിച്ച മണ്ഡലമാണ് നാട്ടിക. ആ നാട്ടിക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുമ്പോൾ അതിൻ്റെ സംഘടനാ തരത്തിൽ ആലോചനകളും ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം ഏകകണ്ഠമായി നാട്ടികയിലെ 2 പാർട്ടി കമ്മിറ്റികൾ, ചേർപ്പ് കമ്മിറ്റിയും നാട്ടിക കമ്മിറ്റിയും കൂടി ഏകകണ്ഠമായി തൃശ്ശൂർ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ നിർദ്ദേശമനുസരിച്ച് ആ നിർദ്ദേശത്തിൻ്റെ കൂടി പരിഗണിച്ചുകൊണ്ട് CPIയുടെ സംസ്ഥാന കൗൺസിൽ ഏകകണ്ഠമായി നിശ്ചയിച്ചതാണ് നിലവിലുള്ള MLA മാറി നിൽക്കണം. ഇവിടെ നേരത്തെ MLA ആയ സഖാവ് ഗീതാ ഗോപി വീണ്ടും മത്സരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി സഖാവും അത് അംഗീകരിക്കുക. അതാണ് അതിൻ്റെ സംഘടനാ രീതി. അങ്ങനെ അംഗീകരിക്കലാണ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പത്രവാർത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാർത്ത പുറത്തു വരുന്നതിനൊപ്പം തന്നെ ശ്രീ മുകുന്ദൻ ഉടനെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ അങ്ങോട്ട് വിളിച്ചു എന്ന് അവരെന്നെ പറഞ്ഞു. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ കേൾക്കുന്നു ഡൽഹിയിൽ ചർച്ചകൾ നടത്തുന്നു, അങ്ങോട്ട് പോയി ചർച്ചകൾ നടത്തുന്നു. പിന്നീട് പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, UDFൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി, എല്ലാം TV-യിലും പത്രങ്ങളിലും വാർത്ത. പിന്നെ വരുന്നു 2 മണിക്കൂർ കഴിയുമ്പോൾ BJP NDA സഖ്യത്തിൻ്റെ BJP സ്ഥാനാർത്ഥി, BJP അംഗത്വം സ്വീകരിക്കുന്നു, BJPയുടെ സ്ഥാനമാണ്. ഇതാണോ രാഷ്ട്രീയം? സ്ഥാനങ്ങളും അധികാരത്തിൻ്റെ അതാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്? പാർട്ടി അംഗമായാൽ പാർട്ടിയുടെ സംഘടനാ നടപടികൾ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ LDF നിശ്ചയിച്ചിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനുള്ള ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം വെറുക്കപ്പെടുന്ന BJP RSS ആ ശക്തികളുടെ കൂടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചാൽ തകരുക ആരായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചേർപ്പിലെ നാട്ടികയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തെളിയിക്കാൻ പോണ്. ഭൂരിപക്ഷം കൂടും, ഭൂരിപക്ഷം ഇനിയും വർദ്ധിക്കും. അത് ഗീതാ ഗോപിയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് ഈ നാട്ടികയിലെ പ്രബുദ്ധരായ വോട്ടർമാർ അവർ നമ്മളോടൊപ്പമുണ്ട്.
നിരവധി കേന്ദ്രങ്ങളിൽ ഇന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം രാഷ്ട്രീയമായ വഞ്ചന ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. കേരളത്തിലും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും അതൊക്കെ നല്ല തിരിച്ചറിവോടുകൂടി ആ പ്രദേശങ്ങളിലെ പ്രബുദ്ധരായ വോട്ടർമാർ, അവരാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ശക്തി, അവരാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കരുത്തും ഊർജവും അവരാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നാട്ടികയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഉജ്ജ്വലമായ വിജയത്തോടൊപ്പം കേരളത്തിൽ വീണ്ടും 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 വലിയ അധികാരത്തിലേക്ക് എന്ന പ്രഖ്യാപനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഒന്നുകൂടി വിനയത്തോടുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് കൺവെൻഷൻ ഇത്രയും വിജയകരമായി ഇതിവിടെ സംഘടിപ്പിച്ച ഈ കൺവെൻഷനിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാട്ടികയുടെ